നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ കരുവള്ളിക്കാട് മലയുടെ മുകൾ ഭാഗം ആണ് ഈ വീഡിയോയിലുള്ളത്. തീർത്ഥാടന കേന്ദ്രമായ ഈ കരുവള്ളിക്കാട്ടിലേക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിൽ അനേക ഭക്തജനങ്ങൾ തങ്ങളുടെ പ്രായത്തെ പോലും വകവെക്കാതെ കയറി ഇറങ്ങാറുണ്ട്. ഒരു വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് ഈ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഏത് തീർത്ഥാടന കേന്ദ്രത്തിലും പോകുന്നതും ആ വിശ്വാസവും പ്രാർത്ഥനയും നിമിത്തമാണ് എന്നുള്ള വസ്തുത നമുക്കറിയാമല്ലോ. ഇവിടെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:6 കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവായ ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ തന്നെ നിങ്ങൾ അവൻ്റെ കൂട്ടായ്മയിലും നടപ്പിൻ. കർത്താവിൽ പ്രിയരെ, ഈ മലകയറ്റവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ വചനത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചെറുപ്പക്കാരായ ആൾക്കാർക്ക് വളരെ അധികം ഈസിയായിട്ട് ഈ മല കയറി വരാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ ഇച്ചിരി പ്രായമുള്ളവരും ദുർബലരുമായ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ വചനം പറയുന്നത് ഇതാണ്: ഈ ദുർബലരായ ആൾക്കാരും ഈ ഒരു മലയിലേക്ക് തീർത്ഥാടന കേന്ദ്രമായിട്ട് വരുമ്പോൾ അവർ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലും ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥനയിലുമാണ് ബലമുറപ്പിച്ച് കയറുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്കത് ഈസിയായിട്ട് തോന്നാം. നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാത്രം വളരെയധികം ഭാരമായിട്ട് അനുഭവപ്പെടുമ്പോൾ ഇവിടെ കർത്താവ് നമുക്ക് തരുന്നൊരു ആശ്വാസ വചനമാണ്: നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ ആ കൂട്ടായ്മയിൽ നടപ്പിൻ. ഈ കൂട്ടായ്മയിൽ നടക്കേണ്ടതിൻ്റെ ഒരാവശ്യമാണ് ഇന്ന് ഈ വചനത്തിലൂടെ പറയുന്നത്. അത് സങ്കടമാണേലും ശരി, സങ്കടമാണേലും സന്തോഷമാണെങ്കിലും, ജീവിതത്തിൻ്റെ ഏത് നിമിഷങ്ങളാണെങ്കിലും ക്രിസ്തുവിനോടൊത്തൊന്ന് യാത്ര ചെയ്ത് നോക്കി. നമ്മുടെ പ്രശ്നങ്ങളിൽ തക്ക സമയത്ത് കർത്താവ് ഉത്തരം നൽകും, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഈ മനോഹരമായ ദിവസത്തിൽ ക്രിസ്തുവിനോടുള്ള ആ കൂട്ടായ്മയിൽ നടക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമീൻ.